തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സുഹൃത്ത് ബോബി കുഞ്ഞ് നാട്ടിൽ നിന്നും. അദ്ദേഹം ഇപ്പോൾ വയനാടാണ്. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രമാദമായി കേരളത്തിൽ നടക്കുന്ന ഒരു കോൺട്രവേഴ്സിയാണ്. അദാനി കൺട്രോൾ ചെയ്യുന്ന കേരളത്തിൻ്റെ വിഴിഞ്ഞം പോർട്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ്. കേരളത്തിൻ്റെ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഇത് ഒരു കമ്പനി, ഒരു MNC കേരളത്തിലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിനകത്ത് പൊളിറ്റിക്സ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല. അത് CPM-കാരോ അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർ പറഞ്ഞ് വളരെ ഇതാകും. അതായത് കേരളത്തിൻ്റെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു MNC വന്നിരിക്കുന്നു എന്ന് അത് മാനേജ് ചെയ്യുന്നവർ നമ്മളുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചിരിക്കുന്നു. അത് കേരള സർക്കാരിനെയും അറിയിച്ചിരിക്കുന്നു. ലീഗലായിട്ട് കേരള സർക്കാരെ അത് പരിശോധിച്ച് അനുവാദം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മാനേജ്മെന്റ് കൺട്രോൾ അഡാനിക്ക് കൊടുത്ത സ്ഥിതിക്ക് അങ്ങനെയാണ് അതിൻ്റെ പോകേണ്ടത്. പക്ഷെ ഇവിടെ ഇത് എന്തോ പാതകം നടക്കുന്നു എന്നുള്ള മട്ടിലാണ്. രാഷ്ട്രീയമായും ഇടതുപക്ഷം എന്ന് പറയുന്നവർ, എനിക്ക് തോന്നുന്നില്ല അവർക്ക് ഇതിൻ്റെ ബിസിനസ് ഡീലിങ്ങിൻ്റെ എന്തെങ്കിലും മനസ്സിലാക്കിയാണോ ഇതൊക്കെ പറയുന്നവർ. ചുമ്മാ മാത്രവുമല്ല, ഞാൻ അവരെ കുറ്റം പറയുന്ന ഇല്ല. കാരണം എന്ന് വെച്ചാൽ 10 വർഷം കേരളത്തിൻ്റെ കേരളം ഒരു ബിസിനസ് സൗഹൃദ സ്റ്റേറ്റായി മാറി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്ന പിണറായി വിജയനും കൂട്ടരുമാണ് ഇപ്പോൾ അത് തിരിച്ചു പറയുന്നത്. എൻ്റെ ഒരു അനുമാനം, വിളിച്ചു പറയുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് MSC പോലുള്ളൊരു കമ്പനി ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ അവസ്ഥകൾ മാറിയിരിക്കുന്നു. എന്നാൽ നമുക്ക് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും ഞങ്ങൾക്ക് ഒരു ടെർമിനൽ സ്വന്തമായി അവിടെ നിർമ്മിക്കുകയും അങ്ങനെ അവരുടെ തന്നെ ടെൻഡക്കിൾ സ്പ്രെഡ് അക്രോസ് ദ വേൾഡ് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ വേറെ ഒന്ന് ഇതിനകത്തൂടെ ബോബി എനിക്ക് തോന്നുന്നത്, കേരളത്തിൻ്റെ ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു കമ്പനിക്കും ഇത്രയും കൂടുതൽ വാല്യുവേഷൻ, അതായത് 1000 കോടി ലാസ്റ്റ് ഇയർ വരെ ടേൺ ഓവറുള്ള വിഴിഞ്ഞം പോർട്ട് കമ്പനിക്ക് അവർ ഇട്ടേക്കുന്ന വാല്യുവേഷൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ കമ്പനി ഏകദേശം 28,000 കോടി രൂപയുടെ വാല്യൂ ഉള്ള ഒരു കമ്പനിയാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെയാണ് അവർ 13,000-ലേക്ക് 49% വില 13,000 ഇട്ടേക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. അതിൻ്റെ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങനെ ഒരു വാല്യുവേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ നോക്കിയാണല്ലോ വാല്യുവേഷൻ ഇടുന്നത്. അത് വിഴിഞ്ഞം പോർട്ട് നല്ല രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ കപ്പലുകൾ വരാൻ സാധ്യതയുണ്ട്, വിഴിഞ്ഞം പോർട്ട് ഏരിയ ഡെവലപ്പ് ചെയ്യുന്ന സാധ്യതയുണ്ട് എന്നൊക്കെ MSC കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മളല്ല കണ്ടുപിടിച്ചത്, MSC കണ്ടുപിടിച്ചിട്ട് അവരുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എവിടെയാണ് ബോബി കാണുന്ന കോൺട്രവേഴ്സി? ഈ കോൺട്രവേഴ്സി, ഇപ്പോൾ പറയുന്ന കോൺട്രവേഴ്സിക്ക് രാഷ്ട്രീയത്തിനപ്പുറം എന്തെങ്കിലും സാങ്കത്യമുണ്ടോ? അല്ല, മെനി തിങ്സ് ഞാൻ നിങ്ങളായിട്ട് ഡിസഗ്രി ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. ഒന്ന്, ഈ അദാനി വിഴിഞ്ഞം പോർട്ട് ഉണ്ടാവുന്നത് LDF ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കോൺവെർസേഷൻ പ്രകാരം തന്നെ അവിടെ അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നല്ല ഞാൻ പറയുന്നത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ, നമ്മൾ പ്രൈവറ്റായി സംസാരിച്ച പോലെ വേറെ ആരും ഓപ്ഷനിൽ ബിഡ് ചെയ്യാൻ വന്നില്ല, അത്ര പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. സോ ഐ ഡോണ്ട് നോ ഹൗ അദാനി ഗോട്ട് ദ ഡീൽ. അത് എനിക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. കേരളത്തിൽ വിഴിഞ്ഞം മാത്രമല്ല അദാനിക്ക് കിട്ടിയിട്ടുള്ളത്. LDF സർക്കാരിൻ്റെ സമയത്ത് തന്നെയാണ് തിരുവനന്തപുരം എയർപോർട്ടും കിട്ടിയിട്ടുള്ളത്. ദേ കാണ്ട് ഓഫ് റോഡ് ദാറ്റ്, കാരണം അത് വാങ്ങിക്കാൻ ആൾക്കാരില്ല. ആൻഡ് നമ്മളൊരു ചെറിയ വേറെ കൊച്ചി എയർപോർട്ടും തിരുവനന്തപുരം എയർപോർട്ടും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സർവീസ് വ്യത്യാസങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സോ ഐ എം നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്.
what is happening എന്നുള്ളത്. Of course, the media has mistook, അത് ശരിക്കും പറയുകയാണെങ്കിൽ പുല്ലും കാടും തമ്മിൽ വ്യത്യാസം അറിയാതെയാണ് മീഡിയ റിപ്പോർട്ട് അതന്നെ ചെയ്യുന്നത്. അല്ല അതിന്റെ അല്ല ബിസിനസ് അവിടെയാണ് ഞാൻ വേറെ ദാമോദരമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞാൻ ഓൺലൈനിൽ നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗ്, അത് ഒരു മീഡിയ കേരളത്തിലെ ഒരു മീഡിയയും കോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ആരും വായിച്ചിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് അവരുടെ റിപ്പോർട്ടിൽ നിന്നും തോന്നുന്നത്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെക്കാളും ഉപരി, ഐ ഡോണ്ട് നോ അബൌട്ട് NSE, സെബിയിൽ അവർ ഫയൽ ചെയ്തിട്ടുണ്ട്. സെബിയുടെ പെർമിഷൻ ഇല്ലാതെ വിൽക്കാൻ പറ്റില്ല. ഇല്ല അതല്ല, ഇതിന്റെ പാർട്ട് ഓഫ് ഇറ്റ് ആണ്. ഇതെല്ലാം സെയിം ഡോക്യുമെന്റ് ഗോസ് ടു എവരിവെയർ. അങ്ങനെയാണ്. പ്രശ്നം അതല്ല, ഇതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതിന്റെ ഞാനൊരു വളരെ സിംപ്ലിസ്റ്റിക് ഉപമ പറയാം. ചെറിയാൻ എൻ്റെ അടുത്ത് നിന്ന്, ഞാനൊരു ലാൻഡ് ലോഡാണ്, ചെറിയാൻ എൻ്റെ അടുത്ത് നിന്ന് ഒരു വീട് വാടകയ്ക്ക് എടുക്കും. അപ്പോൾ ആ വീട് സബ്ലെറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പെർമിഷൻ വേണോ വേണ്ട? അത് നമ്മളൊരു ലീസ് അഗ്രിമെൻറ്റിൽ ഞാൻ പറയുന്നു, അത് സബ്ലെറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ പെർമിഷൻ വേണമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഈ അഗ്രിമെൻ്റ് വെച്ചിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ 25% വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം വരെ എന്നോട് ചോദിക്കാതെ സബ്ലെറ്റ് ചെയ്യാം. പക്ഷെ അതിൻ്റെ പകുതിയൊക്കെ സബ്ലെറ്റ് ചെയ്യണമെങ്കിൽ എന്നോട് ചോദിക്കണമെന്ന് ഞാൻ പറയണം. അപ്പോൾ എൻ്റെ പെർമിഷൻ ഇല്ലാതെ അവർ സെബിയെ നോട്ടിഫൈ ചെയ്യുന്ന വലിയ പ്രശ്നം തന്നെയാണ്. ഇത് സെബിയുടെ അഗ്രിമെൻറ്റോ ഇതൊന്നുമല്ല, സെബിയെ നോട്ടിഫൈ ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. ആൻഡ് മീഡിയ പ്രഷർ കാരണം തന്നെയാണ് അദാനി കേരള സർക്കാരിന് പ്രൊപ്പോസൽ കൊടുത്ത്. ഐ വാസ് ഓൾസോ വാച്ചിങ് ദ ന്യൂസ് യെസ്റ്റർഡേ. കേരള ഗവൺമെൻറ് ഇസ് actually in a bind, and not just news, I'm also talking about people that I know personally. Kerala government is actually in a bind, and let's be very clear, no government in India, progressive or non-progressive, whatever, no government in India is willing to hurt itself. You are a lawyer. You are a lawyer. I have been a financial journalist. Plus, I've been in the financial PR this thing. ഇതിനൊക്കെ ഒരു ഫാക്ടർ ഉണ്ട്. If you are an international company listed, MSC is I'm sure it is a listed company in London Stock Exchange or New York Stock Exchange. Adani Ports is listed. ഇത് അവരെ സംബന്ധിച്ചോളം അവരുടെ ഫസ്റ്റ് കോൾ ഈസ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് where they are listed. Then they will inform. The same day they should have been informing the partners, which is Kerala government. അത് അടുത്ത ദിവസമാണോ ചെയ്ത് അന്നാണോ ചെയ്തതെന്ന് ഐ ഡോണ്ട് നോ. And plus, that is their mistake. One day it is a mistake, but അതിന് മുമ്പേ they cannot leave it to leak this information to anybody, because the stock exchanges, international stock exchanges, seriously object to such things. That is a factor. You have to factor in those things, because I know. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇവാലുവേഷൻ, ഈ സ്റ്റോക്ക് ഇവാലുവേഷൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇവര് വാട്ട് ആർ ദ ഫൈലിങ്സ് ദറ്റ് ആർ റിക്വയർഡ്? ഇപ്പോൾ ഇന്ത്യയിൽ സെക്യൂരിറ്റീസ് മോണിറ്റർ ചെയ്യുന്നത് സെബിയാണ്. US SEC പോലെ സെബിയാണ് ഇന്ത്യയിൽ. നിങ്ങൾ ഷെയർ വിൽക്കണമെങ്കിൽ സെബിയുടെ പെർമിഷൻ വേണം. ലാർജ് സ്കെയിൽ ഷെയർ വിൽക്കണമെങ്കിൽ സെബിയുടെ പെർമിഷൻ വേണം. എൻ്റെ നിങ്ങൾ 1-2 ഷെയർ വിൽക്കാൻ വേണ്ട. യു നോ വാട്ട് ഐ എം സേയിങ്. 49% ഒക്കെ വേണമെങ്കിൽ സെബി അപ്രൂവ് ചെയ്താൽ. Again, if you see the structure, Adani Ports, the deal is between Adani Ports and MSC, and Adani Ports, and that is for fund to raise the fund for Vizhinjam Port, that separate company. So it is almost like a corporate. Adani Port. Exactly Port what is I'm trying to say. No, Adani Port. This is exactly. Let me finish it. Adani Ports is giving a corporate guarantee that we are managing it, your money is safe, so please invest. അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് I think the whole thing. Can I ask you a question? Very simple question. You have to answer yes or no. Do you trust Adani? No, I don't need to trust. As long as MSC trusts them,
it is their business. We As have nothing to do. The money is coming from MSC and MNC to Adani, to Vizhinjam Port through Adani. So I don't need to trust. It is their business. MSC's business to trust. ഇതിലുള്ള ഓപ്പറേഷണൽ ആൻഡ് ലീഗൽ ഫെയിലിയേഴ്സ് ഞാൻ പറയാം. അതിൻ്റെ മുമ്പ് ഒരു അഫിഡവിറ്റ്, ഞാനൊരു അഫിഡവിറ്റ് വയ്ക്കുകയാണ്, സെയിങ് ദറ്റ് ഐ ഓൺ സോ മച്ച് പ്രോപ്പർട്ടി ഓർ സെയിങ് ദറ്റ് ഐ മാരിഡ് ഓർ നോട്ട് മാരിഡ്. How do you prove it? And Adani has a history of being a crook. ലോകം മുഴുവനും അല്ലല്ല ഞാൻ ചോദിക്കുന്ന അതാണ്. അപ്പോൾ ഐ എം ഗോയിങ് ടു കം ബാക്ക് ആൻഡ് ദിസ് വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ. ഐ എം ഗോയിങ് ടു കം ബാക്ക് ടു ദിസ് ഹോൾ തിങ് അബൌട്ട് ദ വാല്യുവേഷൻ ഓഫ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ടിൻ്റെ വാല്യുവേഷൻ ആ പോർട്ടല്ല, ആ പോർട്ട് മാത്രമല്ല, അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. ഷാലോ വാട്ടേഴ്സ്, ഡീപ്പ് വാട്ടേഴ്സ്, എങ്ങനെ പോർട്ട് യൂസ് ചെയ്യാം എന്നുള്ള, അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യത്തെ സമരം ഉണ്ടായത്. ആ സമരം ഫെയിൽ ചെയ്യാനും കാരണം അതാണ്, നാഷണൽ സെക്യൂരിറ്റി. അത് ലെറ്റ്സ് ഐ തിങ്ക് ദറ്റ്സ് ഓൾ ഓവർ. ദ പോർട്ട് ഇസ് ദെയർ നൗ. ദ പോർട്ട് ഇസ് അപ് ടു എനിബഡി ക്യാൻ ഡു എനിത്തിങ് വിത്ത് ദ പോർട്ട്. There is an agreement between Government of Kerala. There is a special purpose vehicle that the Government of Kerala created to create the Vizhinjam port to take over the land. That was highly contested in the judiciary, in the executive, in the legislature, on the streets. അതൊക്കെ കഴിഞ്ഞിട്ട് വിഴിഞ്ഞം പോർട്ട് happened and Adani created a SPV to operate that. അതിൻ്റെ അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഇത് ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 25% കൂടുതൽ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ കേരള സർക്കാരിൻ്റെ പെർമിഷൻ വേണം. സോ ലെറ്റ് us ആക്ച്വലി ബി ബൈപാർട്ടിസൺ ഓൺ ദിസ്. ഓക്കെ, ഈ വിഴിഞ്ഞം പോർട്ട് വന്നത് LDF ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. അപ്പോൾ LDF കയറി ചാടുന്ന, ഐ എം നോട്ട് ഈവൻ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. അതല്ല എൻ്റെ പ്രശ്നം. ഇപ്പോൾ ഇവർ ഈ പോർട്ടിൻ്റെ സാധനം വേറെ, ഇതിൻ്റെ ഷെയർസ് വേറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ they are saying it's just a business deal. I am saying it's more than that. സെബി റെഗുലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എനിബഡി, ഞാൻ ഇന്ന് എൻ്റെ പേരിൽ ഐ ഹാവ് എ DIN നമ്പർ, എൻ്റെ പേരിൽ എൻ്റെ പേരിൽ 3-4 കമ്പനി ഉണ്ട്. ആ കമ്പനി പബ്ലിക്ലി ട്രേഡ് ചെയ്യണമെങ്കിൽ എനിക്ക് സെബിയുടെ പെർമിഷൻ വേണം. അത് വേറെ ഒന്നും അവർ അന്വേഷിക്കില്ല, എൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും അന്വേഷിക്കില്ല, എൻ്റെ ബാങ്ക് ബാലൻസ് മാത്രമേ അന്വേഷിക്കുള്ളൂ. അത് നിങ്ങൾ ഇത് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ആൾക്കാരാണ്, ലോകം മുഴുവനും കമ്പനികളുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിന് ചോദ്യം ചോദിക്കുന്നത്, ഇത് ഒരു മോണോപ്സബി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. കാരണം ദേ ഓൾസോ ഓൺ ഷിപ്പിംഗ് ലൈൻ. വിഴിഞ്ഞം പോർട്ട് അവർക്ക് മാത്രമാവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ്. ഐ എം നോട്ട് ഈവൻ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ പോളിറ്റിക്സ് ഓഫ് ഇറ്റ്. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് ഇൻ ടു ദ ലീഗാലിറ്റീസ് ഓഫ് ഇറ്റ്. ഹൗ ഡെയർ അദാനി സെൽ? ഇല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെടുത്തുനിന്ന് ഞാൻ വാടകയ്ക്ക് എടുത്തൊരു വീട്, Bobby, they have not sold it. It's an intention to sell, and they have given notice to. Please read the agreement. Please read the agreement. No. That, see, it is very clear. They will, once it goes through, everything is signed. Then they will put that $500. അതുകൊണ്ടാണ് ഞാൻ please read the agreement carefully. ഞാൻ അതുകൊണ്ടാ പറഞ്ഞേ, it is not happened. It is intention to sell. Not only we it are has not signing this happened. one. Not only it hasn't happened, even if it is good for Kerala, it will not happen. Which is unfortunate. See, which is unfortunate. No, I don't know whether it's fortunate or unfortunate. No. I think it will go through it, because given the, other, let us leave it to the government concern. കുറച്ച് ഇതെടുത്ത് കഴിഞ്ഞാലും കേരള സർക്കാരിനെ ഇത് ഓക്കെ ചെയ്യാതെ മാർഗമില്ല. ഈ സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് തുറമുഖ നഗരം സീരീസ് ഓഫ് ഹാർബർ ഇതായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും നല്ല സ്റ്റാർട്ടാണ് ഇത്.